നാം ഈ ഭൂമി ലോകത്തിലേക്ക് ഒന്ന് വെറുതെ കണ്ണോടിച്ചാൽ മതി. ഒരുപാട് ഉദാഹരണങ്ങളെ നോക്കി മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഏകദേശം 5 മണിക്ക് പുത്തൂരിൽ നിന്ന് പുറപ്പെട്ട നമ്മൾ വൈകുന്നേരത്തെ ആ സുന്ദരമായ സൺ വ്യൂ, അതുപോലെ ചുവന്ന ആകാശത്തിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിച്ചു കൊണ്ടുപോയി 6:15 ആകുമ്പോഴേക്ക് ഉള്ളാളെത്തുകയാണ്. ഉറൂസ് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നല്ല ട്രാഫിക് ആയിരുന്നു. ഈ കാണുന്നത് ഉള്ളാള മാസ്തിക്കട്ടെ റോഡാണ്. ലൈറ്റിങ്സുകളൊക്കെ കത്താൻ തുടങ്ങി. അത് ഗംഭീരമായിട്ടാണ് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ റോഡിൽ ഉറൂസിൻ്റെ ഭാഗമായി ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഉള്ളാളെത്തി നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് പോയത്. കാരണം രാത്രിയായി കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യും, പിന്നെ ബീച്ചിലോട്ട് പ്രവേശനം ഉണ്ടാവുന്നതല്ല. അതുപോലെ ഉറൂസ് പരിപാടിയും വയൽ പരിപാടിയൊക്കെ തുടങ്ങുന്നത് മഗ്‌രിബിന് ശേഷമായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. കുട്ടികൾക്ക് കളിക്കാനുള്ള പല വിധത്തിലുള്ള ടോയ്സുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വൈകുന്നേരത്തെ ആ ഒരു സുന്ദരമായ മനോഹരമായ മനുഷ്യ മനസ്സുകൾക്ക് സാന്ത്വനങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന കാഴ്ചകളാണ്, ഒരു ഭൂതിയാണ് നമുക്ക് ഈ കടൽ അല്ലെങ്കിൽ ഈ ബീച്ച് നമുക്ക് സമ്മാനിക്കുന്നത്. പല വിധത്തിലുള്ള ആംബിയൻസുകൾ. 2 ഒട്ടകങ്ങളെ കാണാൻ സാധിച്ചു കടലിൻ്റെ തൊട്ടരികത്ത്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഒട്ടക സവാരി ചെയ്യാം. അങ്ങനെ നേരെ കടലിൻ്റെ അരികത്താണ് നമ്മൾ പോയത്. അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നാം ഈ ഭൂമി ലോകത്തിലേക്ക് ഒന്ന് വെറുതെ കണ്ണോടിച്ചാൽ മതി. ഒരുപാട് ഉദാഹരണങ്ങളെ നോക്കി മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. കടൽ എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയൊരു അത്ഭുതമാണ്. നമ്മുടെ ഭൂമിയുടെ 2/3 ഭാഗവും കടലാണ്. കരയിൽ ജീവിക്കുന്നതിൻ്റെ ഇരട്ടി ജീവികളാണ് കടലിൽ ജീവിക്കുന്നത്. അള്ളാഹു ഈ കടലിന് കൊടുത്ത അത്ഭുതവും ആ സൗന്ദര്യവും അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം, പഠിക്കാം. അത്ഭുതങ്ങളുടെ മഹാ അത്ഭുതം എന്ന് തന്നെ പറയാം ഈ കടലിനെ. സുന്ദരമായ കാഴ്ചകളെ സമ്മാനിക്കുന്നു നമുക്ക് ഈ സമുദ്രം. ആഞ്ഞടിക്കുന്ന ഓരോ കടൽ തിരമാലകളും വന്ന് പറയുന്നത് ഓരോ കഥകളെയാണ്. അങ്ങനെ മഗ്‌രിബിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള പള്ളിയിലേക്കാണ് നമ്മൾ നേരെ പോയത്. അങ്ങനെ ഇതിന് ശേഷം ദർഗയിലോട്ട് പോകാനുള്ള തീരുമാനമാണ്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളിപ്പോൾ എത്തിപ്പെട്ടത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ് തങ്ങളുടെ ചാരത്താണ്. തൻ്റെ ജീവിതത്തിലും മരണാനന്തരവും ഒരുപാട് കശ്ഫ് കറാമത്തുകൾ കാണിച്ചു കൊടുത്ത വലിയ മഹാനാണ് ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ്. അങ്ങനെ വയൽ പരിപാടികൾ തുടക്കം കുറിച്ച് കഴിഞ്ഞു. നമ്മൾ നേരെ സിയാറത്തിലോട്ടാണ് പോയത്. പക്ഷേ എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടാക്കിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ അങ്ങാടിയോരങ്ങളിലുണ്ടായിരുന്ന ആൾക്കൂട്ടത്തിൻ്റെ പകുതി പോലും സദസ്സിലില്ല എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് ഹദീസ് ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഫുൾ വ്ളോഗ് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാഹ്.